തോളുവേദന അല്ലെങ്കിൽ അത് കയ്യിലോട്ട് ഇങ്ങനെ കടഞ്ഞിറങ്ങുക നമ്മൾ വളരെ അധികം കേൾക്കുന്ന ഒരു കോമൺ കംപ്ലൈൻ്റ് ആണത്. അതിൻ്റെ കാരണങ്ങളാണ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് സെർവിക്കൽ റാഡിക്കുലോപ്പതി, അതായത് കഴുത്തിൽ ഞരമ്പ് കുടുങ്ങിയിട്ട് കയ്യിലോട്ട് കടച്ചിൽ പോലെ വരിക എന്നതിന് പറയുന്നത്. അതിന് പല കാരണങ്ങളുമുണ്ട്. നമുക്ക് ഇവിടെയുള്ള ഈ ഹ്യൂമൻ അനാട്ടമീൻ്റെ മോഡൽ നോക്കാം. ഇതാണ് കഴുത്തിൻ്റെ വെർട്ടിബ്ര എന്ന് പറയുന്നത്, അതായത് സെർവിക്കൽ വെർട്ടിബ്ര എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ ഈ കഴുത്തിൻ്റെ മൂവ്മെൻറ്റ്സ്, തിരിയുന്നത്, താഴോട്ട് നോക്കുന്നത് എല്ലാം ചെയ്യുന്ന ഒരു ജോയിൻ്റാണ് ഈ സെർവിക്കൽ വെർട്ടിബ്ര എന്ന് പറയുന്നത്. അത് നല്ലൊരു സപ്പോർട്ടുള്ള, വളരെ അടുക്കി വെച്ചിട്ട്, ഇപ്പോൾ മറ്റുള്ള വെർട്ടിബ്രയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ നാരോ സ്പേസ് ഉള്ള ഒരു ഏരിയയാണ് നമ്മൾ കഴുത്തുള്ള നട്ടെല്ല് എന്ന് പറയുന്നത്. അതിന് സാധാരണഗതിയിൽ അതിൻ്റെ ഡിസ്കിന് ഡീജനറേഷൻ, അതായത് ഈ രണ്ട് വെർട്ടിബ്ര തമ്മിലുള്ള കുഷൻ ഉണ്ട്, ഡിസ്ക്, ആ ഡിസ്കിന് ഡീജനറേഷൻ അല്ലെങ്കിൽ അതിന് തേയ്മാനം വരിക, അല്ലെങ്കിൽ ആ ഡിസ്ക് തെറ്റുക, ഇതിനെയാണ് സെർവിക്കൽ റെഡിക്കുലോപ്പതി എന്ന് പറയുന്നത്. ഇത് വരുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് എന്തൊക്കെയാണ് സിംറ്റംസ് വരുന്നതെന്ന് നോക്കാം. ഒരാൾ പറയാണ്, എനിക്ക് കുറച്ച് കാലത്ത് കഴുത്ത് വേദന ഉണ്ടായിരുന്നു, അതിപ്പോൾ മെല്ലെ കയ്യിലോട്ട് കടഞ്ഞിറങ്ങാൻ തുടങ്ങിയെന്ന് പറയും. അത് കടഞ്ഞിറങ്ങുക, ആ വാക്കുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് ഒരു സാധാ ഒരു വേദനയല്ല. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ചുമരിൽ ഇടിക്കുക, അല്ലെങ്കിൽ കൈ എവിടെയും തട്ടുക, അല്ലെങ്കിൽ മുറിവാകുക, അതുണ്ടാകുന്ന വേദന പോലെയല്ല. കാരണം അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും ഒരു മുട്ട് ഇടിച്ചു, അല്ലെങ്കിൽ വീണു, ഇവിടെ പരിക്ക് പറ്റി, അപ്പോൾ നമുക്ക് എവിടെ വേദന പോകുന്നു, നമുക്ക് അവിടെ ആ ഏരിയയിൽ അല്ലെങ്കിൽ അതിവിടെ തൊടുമ്പം അല്ലെങ്കിൽ ആ ജോയിൻറ്റ് മൂവ് ചെയ്യുമ്പോൾ മാത്രമേ ആ വേദന ഉള്ളൂ. പക്ഷേ ഈ സെർവിക്കൽ റെഡിക്കുലോപ്പതി അല്ലെങ്കിൽ കഴുത്തിനുണ്ടാകുന്ന ഞരമ്പ് വേദന എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ ഞരമ്പുകൾ ഈ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, മഞ്ഞ കളറിലുള്ള ഈ കശേരുക്കള ഞരമ്പുകൾ എന്ന് പറയുന്നത്, ഈ ഞരമ്പുകൾ ഓരോന്നും ഓരോ കൈയിൻ്റെ ലോട്ടുള്ള സപ്ലൈ ആണ്. ഈ സപ്ലൈ എങ്ങനെയാണ്, അത് ഓരോ ഏരിയയിലും, ഇപ്പോൾ ഈ C2 C3, ഇതിനിപ്പോൾ സെർവിക്കലിൻ്റെ ചെറിയ പേരാണ് സി എന്ന് പറയുന്നത്. ഇതാ അതിന് C2 C3 C4 C5 C7 എന്നുള്ള അങ്ങനെയുള്ള ഏരിയയിലോട്ടാണ്, അതിനാണ് അതിൻ്റെ കോമൺ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ വേദന എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമുക്ക് സാധാരണ ഒരു തോൾ വേദന ഉണ്ടായിനൊക്കെ പരിക്ക് പറ്റി, അല്ലെങ്കിൽ തോളിനുള്ള ഒരു റൊട്ടേറ്റർ കഫ് നമ്മളെന്തെങ്കിലും വീണു, അല്ലെങ്കിൽ വലിഞ്ഞു, അല്ലെങ്കിൽ ഷുഗർ കാരണം വരുന്നുള്ള മറ്റുള്ള ഫ്രോസൺ ഷോൾഡർ, അതും ഇതുമെല്ലാം ഒത്തിരി വ്യത്യാസമുണ്ട്. അതെല്ലാം നമുക്ക് ആ ജോയിൻറ്റിൻ്റെ ഏരിയയിൽ അല്ലെങ്കിൽ ആ മസിലിൻ്റെ ഏരിയയിൽ മാത്രമേ ആ വേദന ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് ഈ ഞരമ്പ്, അതായത് ഈ നമ്മളുടെ കഴുത്തിനുള്ള ഡിസ്കുകൾക്ക് തേയ്മാനം സംഭവിച്ചിട്ട് ഈ ഞരമ്പ് കുടുങ്ങുമ്പോൾ എന്ത് പറ്റും, ഈ ഞരമ്പിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിലോട്ടാണ് വരുന്നത്. പ്രത്യേകിച്ചും C5 6 7 എന്നുള്ള ഞരമ്പുകൾ നമ്മുടെ കയ്യിലോട്ടാണ് ഫുൾ അതിൻ്റെ സെൻസേഷൻ വരിക. അതായത് അത് കടച്ചിലാണ് ഉണ്ടാവുക. അതായത് നമ്മളൊരു മുറിയായിട്ടുള്ള വേദന പോലെ കടഞ്ഞിറങ്ങുക, അല്ലെങ്കിൽ ഷോക്ക് അടിക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും. അത് പ്രത്യേകിച്ച് ഇപ്പോൾ അത് ഏത് ഏരിയ ആണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും. ഇപ്പോൾ C6 ഏരിയയിലുള്ള ഡിസ്ക്കാണ് കുടുങ്ങിയിരിക്കുന്നതെങ്കിൽ യൂഷ്വലി നമുക്ക് ഇങ്ങനെ വന്നിട്ട് ആ വേദന ഇങ്ങനെ കടന്നിട്ട് നമുക്ക് ഈ തള്ളവിരൽ ഇങ്ങനെ കടഞ്ഞിറങ്ങും. പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പം മുന്നോട്ട് ആഞ്ഞിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ ഫോൺ കുറേ നേരം പിടിച്ചാൽ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഏറ്റവും താഴെയുള്ള ഭാഗത്താണ് തേയ്മാനം വന്നിട്ട് ഡിസ്ക് തള്ളിയിട്ടിരിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ഈ ചെറുവിരൽ, റിംഗ് ഫിംഗർ, ഈ ഏരിയയിലോട്ടാണ് കൂടുതൽ തളച്ചിട്ടുണ്ട്. നേരെ മറിച്ച് ഈ മിഡിലായിട്ടുള്ള മേലെയുള്ള ഭാഗത്താണ് ഉണ്ടായിരിക്കുന്നത്, നമുക്ക് കൂടുതലായിട്ട് ഈ എൽബോ ഇതുവരെ എല്ലാം ഇങ്ങനെ കടഞ്ഞിറങ്ങും. ഈ കടഞ്ഞിറങ്ങുന്ന വേദനക്കാണ് സെർവിക്കൽ റാഡിക്കുലോപ്പതി, അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് പെയിനിൽ ഷിയാറ്റിക്ക ഉണ്ടാകുന്ന പോലെ തന്നെയുള്ള ഒരു അസുഖമാണ് ഈ സെർവിക്കൽ റാഡിക്കുലോപ്പതി, അല്ലെങ്കിൽ കയ്യിൽ കടച്ചിൽ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഇങ്ങനെയാണ് വരിക, നമ്മുടെ കഴുത്തിൽ നിന്ന് കയ്യിലോട്ട് കടഞ്ഞുകൊണ്ടിരിക്കും. അത് പ്രത്യേകിച്ചും കുറേ നേരം വർക്ക് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ഒരു കാരണമൊന്നുമില്ല. കാരണം നമ്മൾ എപ്പോഴും ചെയ്യുന്ന ജോലികളാണ്. ഇപ്പോൾ മൊബൈൽ നോക്കുക, അങ്ങോട്ട് തിരിയുക, ഇങ്ങോട്ട് തിരിയുക, ഇതൊക്കെ ചെയ്യുമ്പോഴെല്ലാം നമ്മളിത് ആക്റ്റീവായി. നേരെ മറിച്ച് നമ്മൾ കുറേ നേരം ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ അത് നമുക്ക് ഡീജനറേഷൻ ചെയ്ത ഡിസ്ക് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കയ്യിലോട്ട് കടഞ്ഞിരിക്കാം. ചില സമയം നമ്മൾ കൈ നല്ലോണം പൊക്കി വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ സമാധാനം കിട്ടാം. ഈ കൈ കടച്ചിൽ മിക്കവാറും ചിലർക്ക് രാത്രിയെല്ലാം അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ കൂടുതലായിട്ടെല്ലാം കടഞ്ഞ്.
ഈ കടച്ചിലിന് വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന കടച്ചിലാണ്, മൊത്തത്തിൽ കടച്ചിൽ വരും, മനസ്സിലായില്ലേ? ആ ഏരിയയിൽ മൊത്തം കടച്ചിൽ വരും, നമുക്ക് ഉറങ്ങാൻ പറ്റാതെ, ചിലർക്ക് ഇങ്ങനെ ഡിപ്രഷൻ വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇങ്ങനത്തെ അസുഖം വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് ഡോക്ടറെ കാണിക്കണം. ഡോക്ടറെ കാണിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ വേണമെങ്കിൽ ഒരു എക്സ്റേ എടുത്ത് നോക്കാം, എന്ത് തേയ്മാനങ്ങളുണ്ടോ നോക്കാം. സാധാരണ രീതിയിൽ നല്ല രീതിയിലുള്ള തേയ്മാനങ്ങൾ, പ്രത്യേകിച്ചും ഡിസ്കിന് അല്ലെങ്കിൽ ഈ എല്ലുകൾക്കുള്ള തേയ്മാനം എക്സ്റേയിൽ കാണാൻ പറ്റും. പക്ഷേ ഈ ഞരമ്പുകൾ, ഈ ഡിസ്ക് തള്ളിയിട്ട് ഞരമ്പുകൾ കുടുങ്ങി കിടക്കുന്നതാണ് നമുക്ക് എക്സ്റേയിൽ കാണാൻ പറ്റണമെന്നില്ല. അതിനു വേണ്ടി നമ്മൾ കഴുത്തിൻ്റെ MRI ചിലപ്പോൾ എടുക്കേണ്ടി വരും. ആ MRI എടുത്താൽ നമുക്ക് ഈ ഞരമ്പ് ഏത് ഭാഗത്താണ് കുടുങ്ങിയിരിക്കുന്നതെന്ന് കാണാൻ പറ്റും. അത് കണ്ടുപിടിച്ചാൽ നമുക്ക് അതിൻ്റെ ലൊക്കേഷൻ അറിയാൻ പറ്റും, ഏത് ഡിസ്കാന്ന്. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഇപ്പോൾ 5ാമത്തെ 6ാമത്തെയും ഞരമ്പിൻ്റെ അടിയിലുള്ള വെർട്ടിബ്രൻ്റെ അടിയിലുള്ള ഡിസ്ക് ആണെങ്കിൽ നമുക്ക് ഈ ഞരമ്പ് ഇങ്ങോട്ട് ജാമായാൽ നമുക്ക് 6ാമത്തെ അല്ലെങ്കിൽ 5ാമത്തെ ഈ തള്ളവിരലിൻ്റെ അങ്ങോട്ട് പെരുപ്പ് അല്ലെങ്കിൽ കടച്ചിൽ വരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് MRIയിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതിന് നമുക്ക് എങ്ങനെ ചികിത്സിക്കാമെന്ന് നോക്കാം. സാധാരണ രീതിയിൽ മറ്റ് ഡിസ്ക് അസുഖങ്ങളെ പോലെ തന്നെ കഴുത്തിനുണ്ടാകുന്ന ഡിസ്കുകൾ അസുഖങ്ങളും സ്വമേധയ അല്ലെങ്കിൽ നമ്മൾ മെഡിസിൻ, ഫിസിയോതെറാപ്പി എല്ലാം ചെയ്താൽ സെറ്റിലാവുന്നതാണ്. പക്ഷെ അതിനൊരു ടൈം പീരീഡ് ഉണ്ട്. ഇപ്പോൾ വേദന തുടങ്ങി കുറച്ച് കഴിഞ്ഞതിന് ശേഷം മെഡിസിൻ എല്ലാം കഴിച്ചു, ഫിസിയോതെറാപ്പി ചെയ്തു, കഴുത്ത് സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസ്, ഇതൊന്നും ചെയ്തിട്ട് മാറുന്നില്ല എന്നെങ്കിൽ നമുക്കതിന് സെർവിക്കൽ എപ്പിഡ്യൂറൽ എന്ന് വെച്ചാൽ നേരിട്ട് നമ്മൾ ആ കുടുങ്ങി കിടക്കുന്ന ഞരമ്പിൻ്റെ അങ്ങോട്ട് നമുക്ക് നേരിട്ട് നമുക്ക് ഇഞ്ചക്ഷൻ വഴി മരുന്നെത്തിക്കാൻ പറ്റും. അതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒത്തിരി മരുന്ന് കഴിച്ചിട്ട് ഫിസിയോതെറാപ്പി ചെയ്തിട്ട് മാറുന്നില്ല, പിന്നെ നമുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഓപ്പറേഷനാണ്. പക്ഷേ ഈ കഴുത്തിൻ്റെ ഏരിയയിലുള്ള ഡിസ്കിൻ്റെ ഓപ്പറേഷൻ നമ്മൾ വളരെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ ലാസ്റ്റ് ഓപ്ഷനായിട്ട് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ നമുക്ക് MRI എടുത്ത് ഡിസ്ക് തള്ളിച്ച കൂടുതലുണ്ട് അല്ലെങ്കിൽ ഏത് ഞരമ്പിലോട്ട് കൂടുതലായിട്ട് തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് ആ ഒരു എക്സ്റേ മെഷീൻ വെച്ചിട്ട് ലൈവായിട്ട് ആ ഡിസ്ക് ഏരിയ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് നമുക്ക് നീഡിൽ പാസ് ചെയ്തിട്ട് ആ ഏരിയയിൽ ആ ഡിസ്കും ആ ഞരമ്പ് ജാമായിരിക്കുന്നത് ഏത് കൈൻ്റെ ഏത് ഏരിയയിലോട്ടാണ് വേദന ഉള്ളത് അതെല്ലാം പ്രത്യേകം ഞരമ്പാണ്, അങ്ങോട്ട് നേരിട്ട് മരുന്ന് കൊടുത്തിക്കാൻ പറ്റും. അത് മരുന്ന് എത്തിച്ചാൽ എന്ത് സംഭവിക്കുക, അവിടെയുള്ള ആ തള്ളി നിൽക്കുന്ന നീരെല്ലാം വലിഞ്ഞിട്ട് ആ ഞരമ്പൊന്ന് ഫ്രീ ആവും. അപ്പോൾ തന്നെ നമുക്ക് ഒത്തിരി ആശ്വാസം കിട്ടുന്നതാണ്. എന്നിട്ട് നമ്മൾ കഴുത്ത് സ്ട്രെങ്ത് ചെയ്യാനുള്ള എക്സസൈസ് എല്ലാം ചെയ്തിട്ട് മെഡിസിൻ എല്ലാം കണ്ടിന്യൂ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ഇത് വളരെയധികം എഫക്റ്റീവായ ട്രീറ്റ്മെൻറ്റാണ് ഇൻ്റർലാമിനാർ സെർവിക്കൽ എപ്പിഡ്യൂറൽ എന്ന് പറയുന്നത്. അത് ചെയ്ത് ചില ആളുകൾക്ക് ചിലപ്പോൾ വീണ്ടും വരാറുണ്ട്, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് നല്ല രീതിയിൽ ഫ്ലൂറോസ്കോപ്പിക് ഗൈഡഡ് ആയിട്ട് നല്ല സ്റ്റെറൈലായിട്ട് നല്ല രീതിയിൽ ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാകുന്നതാണ്. എന്നിട്ട് അതോടുകൂടി തന്നെ ഫിസിയോതെറാപ്പി മെഡിസിൻ എല്ലാം കഴിച്ചാൽ വളരെ പെട്ടെന്ന് ഭേദമാകുന്ന ഒരു അസുഖമാണ് സെർവിക്കൽ എഡിക. അപ്പോൾ അത് വേറൊരു കാര്യം ഇതോട് കൂടി ഇപ്പോൾ എല്ലാ കഴുത്ത് വേദനയും എല്ലാ കൈക്കടച്ചിലും റാഡിക്കുലോപ്പതി ആയിരിക്കണം എന്നില്ല. ചില കൈക്കടച്ചിൽ ചില ആളുകൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ഷുഗർ ഉണ്ടാവും, നല്ല കൊളസ്ട്രോൾ അല്ലെങ്കിൽ മറ്റുള്ള ഹൈപ്പർ ടെൻഷൻ അസുഖമുള്ളവർക്കെല്ലാം ഇടത് ഭാഗത്തിൽ കടച്ചിലുണ്ടാവാം, അതോടുകൂടി തന്നെ നെഞ്ചുവേദന ഉണ്ടാവാം. ഇത്തരം ആളുകൾക്ക് നമുക്ക് ബാക്കിയുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യണം. അതായത് ഈ ഇടത് ഭാഗത്ത് ഉള്ളോട്ടുള്ള കടച്ചിൽ, നെഞ്ചുവേദന, ഇടയ്ക്കിടയ്ക്ക് ഗ്യാസിൻ്റെ അസുഖം പോലെ തോന്നും, ഇതെല്ലാം ചിലപ്പോൾ ഹാർട്ട് പെയിൻ ആയിരിക്കാം. അതേപോലെ തന്നെ ഷോൾഡറിൽ മാത്രം വേദന ഉണ്ടാവുക, കൈ പൊക്കുമ്പോൾ വേദന, ഇതെല്ലാം ഷോൾഡറിൻ്റെ അസുഖമായിരിക്കാം. ഇപ്പോൾ ഇതിനെല്ലാം വ്യത്യസ്തമായിട്ട് ഈ കഴുത്തിൽ ഞരമ്പ് കുടുങ്ങുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഞരമ്പിൻ്റെ പാറ്റേൺ ഡെർമറ്റോമ ഡിസ്ട്രിബ്യൂഷനിൽ മിക്ക ആളുകൾക്കും താഴെ വരെ കടച്ചിലുണ്ടാവും. മനസ്സിലായില്ലേ? അത് പ്രത്യേക പൊസിഷനിൽ ചിലപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ ബെൻഡാകുമ്പോൾ അതിനനുസരിച്ച് മാറാറുണ്ട്. ഏറ്റവും കൂടുതൽ C5 C6 എന്നുള്ള ഏരിയയിൽ നമ്മൾ തള്ളവിരൽ അവിടെയാണ് കടച്ചിലുണ്ടാവുക. അത് കൂടുതലായിട്ട് ട്രീറ്റ് ചെയ്യാതെ കുറച്ച് കാലം ഇങ്ങനെ കൊണ്ടു നടന്നാൽ നമ്മളിങ്ങനെ സഹിച്ച് കൊണ്ടു നടന്നു വെച്ചോ. എന്നാൽ എന്താ വെച്ചാൽ ഇവിടെയുള്ള ഈ മസിൽസൊക്കെ സെൻസിറ്റീവ് ആവും. നമുക്ക് ഇവിടെ പിടിക്കുമ്പോൾ തന്നെ കടച്ചിൽ വരും, കയ്യിൽ പിടിക്കുമ്പോൾ കടച്ചിൽ വരിക, ഇവിടെ പിടിക്കുമ്പോൾ കടച്ചിൽ വരിക, ഈ ഇവിടെ ബൈസെപ്സിൻ്റെ അവിടെ പിടിക്കുമ്പം ഷോൾഡറിൻ്റെ ഇവിടെ ട്രപ്പീസിയസ് പോലുള്ള ഏരിയയിലൊക്കെ ട്രിഗേഴ്സ് പോയിന്റ് വരിക. അപ്പം മൊത്തത്തിലൊരു കടച്ചിലായി മാറും. ഇത് ഒത്തിരി കാലം കൊണ്ട് ഇങ്ങനെ നമ്മൾ അത് കൊണ്ടു നടന്ന വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇതൊരു വൈഡ് സ്പ്രെഡ് ക്രോണിക് പെയിൻ ആവും. അതായത് ആ ഏരിയ ഫുള്ള് ബാക്കിയുള്ള ജോയിൻറ്റിലോട്ടെല്ലാം കാലിലോട്ടെല്ലാം കടച്ചിൽ വരാനും ഓവർ സെൻസിറ്റൈസ്ഡ്, അത് ഞരമ്പുകളെല്ലാം ഓവർ സെൻസിറ്റൈസ്ഡ്, മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോം പോലെയുള്ള അസുഖങ്ങൾ, ഫൈബ്രോമാൽജിയ പോലെയുള്ള അസുഖങ്ങൾ വേണം.
വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സെർവിക്കൽ റാഡിക്കുലോപ്പതി അത് MRI എടുത്തിട്ട് നല്ല ഡിസ്കിന് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അതിന് ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻ്റർലാമിനർ എപ്പിഡ്യൂറൽ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് മരുന്ന് കൊടുത്താൽ നമ്മൾ ലൈവായിട്ട് കണ്ടിട്ട് എക്സ്റേ വഴിയാണ് കൊടുത്തത്. ഡയറക്റ്റ് മരുന്ന് അവിടെ നീർക്കെട്ട് പോയിട്ട് നല്ല രീതിയിൽ തന്നെ ശമനം ഉണ്ടാകുന്നത്. ഇത് ക്രോണിക് ആയതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഡിസ്ക് നല്ലോണം തള്ളിയാൽ ചിലപ്പോൾ നമുക്ക് കാലിന് ബലഹീനത, കയ്യിന് ബലഹീനത, പിടിച്ചാൽ ഗ്രിപ്പ് ഉണ്ടാവില്ല, ഇങ്ങനത്തെ കുറേ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സെർവിക്കൽ റാഡിക്കുലോപ്പതി എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഇത് ഇഞ്ചക്ഷൻ മാത്രം പോലെ അതിൻ്റെ കൂടെ ഫിസിയോതെറാപ്പി, എക്സസൈസ്, ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ്, ബാക്കിയുള്ള ഷുഗർ ഇതെല്ലാം കൺട്രോൾ ചെയ്തിട്ട് വളരെ അധികം റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് സെർവിക്കൽ എപ്പിഡ്യൂറൽ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞു തന്ന പോലെ തന്നെ എല്ലാ കഴുത്ത് വേദനയും പ്രശ്നമുള്ളതല്ല. ചില നമ്മൾ പൊസിഷൻ കൊണ്ടാവും, നമ്മളെ ജോലിയുടെ കാര്യങ്ങൾ കൊണ്ടാവും. പക്ഷെ ചില കഴുത്ത് വേദന നമ്മളെ കയ്യിലോട്ട് കടഞ്ഞിറങ്ങുന്ന കഴുത്ത് വേദനകൾ അത് ഒരു ലിമിറ്റ്, അതിൻ്റെ സമയം, അതിന് സെൽഫായിട്ട് റിപ്പയർ ചെയ്യാനുള്ള സമയം, ബോഡിയുടെ സമയം കഴിഞ്ഞാൽ എന്നിട്ടും അത് കുറേ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ചികിത്സ എടുത്തേ മതിയാവും. മറ്റുള്ള അസുഖങ്ങളെല്ലാം ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. ഇത്രയാണ് സെർവിക്കൽ റാഡിക്കുലോപ്പതിയെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.